ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണിത്. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ള ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പൊ അതിന് വേണ്ടത് റൈസ് പൗഡർ ആണ്. അപ്പൊ ഞാൻ ഒരു എന്താ പറയുക 2 സ്പൂണ് റൈസ് പൗഡർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 സ്പൂണൊന്നും ആവശ്യമില്ലായിരുന്നു, 1.5 സ്പൂണൊക്കെ റൈസ് പൗഡർ മതി. പിന്നെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട മഞ്ചിഷ്ടയാണ്. അപ്പൊ നമ്മുടെ നാട്ടിലെ ആയുർവേദ പീടികകളിൽ നിന്നൊക്കെ നമുക്ക് ഈ ഒരു മഞ്ചിഷ്ട പൗഡർ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഈ ഒരു മഞ്ചിഷ്ട പൗഡർ ഞാൻ 1 സ്പൂൺ ആണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നല്ലോണം മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് എന്താ പറയാ ഈ ഒരു ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നമ്മളിത് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. വേവിച്ചെടുക്കുന്ന സമയത്ത് നമുക്കൊരു എന്താ പറയാ റെഡ് കളറിൽ നല്ലൊരു തിക്ക് പേസ്റ്റ് ആയിട്ട് തിക്കായിട്ടുള്ള ഒരു പേസ്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടും. അപ്പൊ ഈ ഒരു പേസ്റ്റിലേക്ക് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ബഞ്ചാറാസിന്റെ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നല്ലൊരു റോസ് വാട്ടർ ആണ്. അപ്പൊ ഞാൻ ഈ റോസ് വാട്ടർ ആണ് സ്ഥിരം യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇതിലേക്ക് കുറച്ച് ബഞ്ചാറാസിന്റെ റോസ് വാട്ടർ ആഡ് ചെയ്തിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാനുള്ള ഒരു പാകത്തിനാക്കി എടുക്കുകയാണ്. എന്താ പറയുക നല്ലൊരു പേസ്റ്റ് പോലെ ആക്കി എടുക്കുകയാണ്. ഓവറായിട്ട് നമ്മൾ റോസ് വാട്ടർ ഒഴിക്കേണ്ട, കുറച്ച് റോസ് വാട്ടർ ഒഴിച്ചാൽ മതി. എന്നിട്ട് നല്ലൊരു പേസ്റ്റ് ആക്കിയിട്ട് മുഖത്ത് മസാജ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. മുഖത്ത് കംപ്ലീറ്റ് അപ്ലൈ ചെയ്തതിനു ശേഷം നമ്മൾ നെക്കിൽ അപ്ലൈ ചെയ്യണം. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ നെക്കിൽ വേറെ കളറും ഫേസിൽ വേറെ കളറും ആയിപ്പോവും. അപ്പൊ ഞാൻ എന്താ പറയുക ഫേസിലും നെക്കിലൊക്കെ നല്ല മസാജ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് ഇതൊന്ന് ഉണങ്ങി കഴിയുന്ന സമയത്തുള്ള റിസൾട്ടാണ് ഈ കാണുന്നത്. എന്താ പറയുക ഫേസ് നല്ല സ്മൂത്ത് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക നല്ല ഗ്ലൈസിങ് ഉണ്ടായിരുന്നു. സ്കിന്ന് നല്ലോണം വൈറ്റൻ ആവുകയും ചെയ്തു. വീക്കിലി 2 തവണ ഇത് യൂസ് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും.